ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളം പിന്നിട്ട പാതകൾ എന്ന 6ാമത്തെ യൂണിറ്റിലെ ഓർമ്മകൾ ഉണരുമ്പോൾ എന്ന 2ാമത്തെ ഭാഗത്ത് വരുന്ന എനിക്കൊരു മാമ്പഴം എന്ന ഓർമ്മക്കുറിപ്പാണേ. ചെമ്മനം ചാക്കോ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ 4ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CVS, LSS ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് മക്കൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ. മക്കൾക്ക് എല്ലാവർക്കും മാമ്പഴം കഴിക്കാൻ ഇഷ്ടമാണോ? നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം. വേനൽ അവധി വരികയാണല്ലേ. ഈ ഒരു സമയത്തല്ലേ മാങ്ങയുടെ സീസൺ എന്ന് പറയുന്നത്. നന്നായി പഴുത്ത മാങ്ങകളൊക്കെ കാറ്റടിക്കുമ്പോഴേക്കും മാവിൽ നിന്ന് പയ്യെ താഴെ വീഴാൻ തുടങ്ങും. അത് പെറുക്കാൻ പോകാറുണ്ടോ? അതോ പുറത്തേക്കെങ്ങും ഇറങ്ങാതെ കൂട്ടുകാരത്ത് കൂട്ടുകൂടി ഇങ്ങനെ മാങ്ങ പെറുക്കാനും കളിക്കാനും ഒന്നും പോകാതെ TVയും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുമോ? ഇന്നത്തെ പോലെ TVയും മൊബൈൽ ഫോണും ഒന്നുമില്ലാതിരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള കുട്ടികളുടെ ലോകം എങ്ങനെയായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രശസ്ത കവി ചെമ്മനം ചാക്കോ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ഈ പാഠഭാഗം. കോട്ടയം ജില്ലയിലെ മുളക്കുളം എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഇന്നത്തെ പോലെയുള്ള വലിയ ബാഗുകളോ കളർ പെൻസിലുകളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ഒരു തലമുറയുടെ നിഷ്കളങ്കമായ കഥയാണ് നമ്മളിന്ന് വായിച്ചു പഠിക്കാൻ പോകുന്നത്. മക്കളുടെ മലയാളം പാഠപുസ്തകം പേജ് നമ്പർ 143. ഓർമ്മകൾ ഉണരുമ്പോൾ. കഴിഞ്ഞ കാലമൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട് ഭാഷയിൽ. കഥകളും കവിതകളും മറ്റും വായിക്കുമ്പോൾ നമുക്കുള്ളിൽ അതെല്ലാം തെളിഞ്ഞു വരും. എന്താ മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. എവിടെ? ഭാഷയിൽ. അതായത് കഥകളും കവിതകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളിൽ തോന്നുന്നത്? അല്ലെങ്കിൽ ഏത് ഒരു കാലഘട്ടത്തിലേക്കും നമുക്ക് ചെല്ലാൻ കഴിയാറില്ലേ? അങ്ങനെ ഈ ഒളിഞ്ഞിരിക്കുന്ന കാലങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത് കഥകളിലൂടെയും കവിതകളിലൂടെയുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി വായിച്ചു നോക്കാം പാഠഭാഗം. എനിക്കൊരു മാമ്പഴം. കാറ്റേ വാ, കടലേ വാ, എനിക്കൊരു മാമ്പഴം തന്നേ പോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ജീവിതം തളിരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങൾ കുട്ടികൾ ചൊല്ലി നടന്ന ഒരു നാടൻ പാട്ടാണിത്. നമ്മളീ വായിക്കുന്നത് ചെമ്മനം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണെന്ന് പറഞ്ഞു. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം തളിരായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുൻപെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 75 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണേ. അദ്ദേഹവും കൂട്ടുകാരും കൂടി ചൊല്ലി നടന്നിരുന്ന ഒരു നാടൻ പാട്ടിൻ്റെ വരികളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. കാറ്റേ വാ, കടലേ വാ, എനിക്കൊരു മാമ്പഴം തന്നേ പോ. മാങ്ങ പെറുക്കാനൊക്കെ കുട്ടികൾ മാവിൻ ചോട്ടിൽ നിൽക്കുമ്പോൾ പാടുന്ന പാട്ടായിരിക്കാം അല്ലേ? ആദ്യത്തെ പേജിൽ തന്നിരിക്കുന്ന ചിത്രവും ഈ ഒരു മാമ്പഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണല്ലേ. ഒരുപാട് കുട്ടികൾ അവർ കുട്ടയിലും വട്ടിയിലും ഒക്കെ ആയിട്ട് മാമ്പഴം പെറുക്കി കൂട്ടുകയാണ്. എല്ലാവരും മാമ്പഴം പെറുക്കിയെടുക്കുന്നതിൻ്റെ ആവേശത്തിലാണ്. ചില കുട്ടികൾ മാമ്പഴം കഴിക്കുന്നുമുണ്ട്. മാവ് നിറയെ ധാരാളം മാങ്ങകളുണ്ടല്ലേ. ചെറിയ ചെറിയ പക്ഷികളും അതിൽ ചേക്കേറിയിരിപ്പുണ്ട്. മറ്റൊരു കാര്യം മക്കൾ ശ്രദ്ധിച്ചോ? കുട്ടികളുടെ വസ്ത്രധാരണ രീതി. ഇന്നത്തെ കാലത്തെ വസ്ത്രധാരണ രീതി ഇങ്ങനെയാണോ കുട്ടികളുടെ? അല്ല അല്ലേ. നമ്മളുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളാണല്ലേ. പക്ഷെ തോർത്തുമുണ്ടും ചെറിയ പാവാടയും ഒക്കെയാണ് അന്നത്തെ കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. അതായത് ഇത് 75 വർഷം മുന്നേ ഉള്ള കാര്യമാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. 21ാം നൂറ്റാണ്ടിലെ കുട്ടികളായ നിങ്ങൾക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ കൗതുകം കാണുമല്ലോ, ഇല്ലേ? വൈക്കം താലൂക്കിൽ മുളക്കുളം എന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ചെമ്മനം എന്നതു വീട്ടുപേര്. പ്രകൃതിക്കിടയിൽ ഓടിക്കളിച്ചു കഴിഞ്ഞ ബാല്യകാലമായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് അവിടെയെല്ലാം റബ്ബർ മരങ്ങൾ മാത്രം.
6 വയസ്സിലാണ് അന്ന് 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അതിനു മുന്നം ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം. മിക്ക ദിക്കുകളിലും പേരുകേട്ട ആശാന്മാരുണ്ടാകും. പാകം ചെയ്തെടുത്ത കരിമ്പനയുടെ ഓലയിൽ നാരായം കൊണ്ട് ആശാൻ അക്ഷരങ്ങൾ എഴുതിത്തരുന്നു. അ, ആ, ഇ, ഈ എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളും ക, ച, ട, ത, പ ആദിയായ വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും പഠിക്കുന്ന ക്രമമനുസരിച്ച് ഓലയിൽ എഴുതിത്തരും. തല്ലിമെഴുകിയ നിലത്ത് മണൽ വിരിച്ച് മണലിൽ വിരൽ കൊണ്ടാണ് എഴുത്ത്. എഴുതുന്നത് ഉച്ചത്തിൽ ചൊല്ലുകയും വേണം. ഉച്ചാരണശുദ്ധി ആശാൻ പ്രത്യേകം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. തെറ്റിച്ചാൽ ചെവി പൊന്നാക്കിയതു തന്നെ. എന്താ മക്കളെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്? അന്നത്തെ കാര്യങ്ങൾ, ഇത്രയും പഴയ കാര്യങ്ങൾ, അതായത് 75 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയാൻ വഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ അറിയാൻ നിങ്ങൾക്ക് കൗതുകം, ഒരു അത്ഭുതം, ജിജ്ഞാസ കാണുമല്ലോ അല്ലേ എന്ന് അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ്. വൈക്കം താലൂക്കിൽ മുളക്കുളം എന്ന ഗ്രാമപ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്തായിരുന്നു? ചെമ്മനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. പ്രകൃതിക്കിടയിൽ ഓടിക്കളിച്ചു കഴിഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റേതും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടേതും. അതായത് പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി ജീവിച്ചിരുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന്, അന്നത്തെ കാലത്ത് അദ്ദേഹവും കൂട്ടുകാരും ഓടിക്കളിച്ച് തിമിർത്ത് ഉല്ലസിച്ച് പ്രകൃതിയോടിണങ്ങി വളരെ സന്തോഷവാന്മാരായി ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴെന്താണ്? റബ്ബർ മരങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 6 വയസ്സിലാണ് അന്നൊക്കെ കുട്ടികളെ 1-ാം ക്ലാസ്സിൽ പഠനത്തിനായി ചേർക്കുന്നത്. അതിനു മുന്നം, എന്നാൽ അതിനു മുന്നേ എന്നാണ്. അതിനു മുന്നം ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം. എന്താണ് ആശാൻ പള്ളിക്കൂടം? ഇന്നത്തെ ഈ LP സ്കൂളുകളുണ്ടല്ലോ, അത് വരുന്നതിന് തൊട്ട് മുൻപേയുള്ള ഗ്രാമീണ വിദ്യാലയം, ആ ഒരു സമ്പ്രദായമാണ് ആശാൻ പള്ളിക്കൂടം എന്ന് പറയുന്നത്. പല ദിക്കുകളിലും പേരുകേട്ട ആശാന്മാർ ഉണ്ടാകും. അവരെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? അക്ഷരങ്ങൾ പാകം ചെയ്തെടുത്ത കരിമ്പനയുടെ ഓലയിൽ എഴുതാൻ വേണ്ടി നന്നായിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഈ ഓലയിൽ നാരായം കൊണ്ടാണ് ആശാൻ അക്ഷരങ്ങൾ എഴുതി കുട്ടികൾക്ക് കൊടുക്കുന്നത്. നാരായം എന്താണെന്നോ? പണ്ട് ഈ ഓലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന വളരെ കൂർത്ത ഒരു ഇരുമ്പ് ഉപകരണമാണ് നാരായമെന്ന് പറയുന്നത്. ഞാൻ സൈഡിൽ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ടുള്ള വേർഡ്സ് നോക്കണേ മക്കളെ. ഓക്കെ, അന്നത്തെ കാലത്തെ കുട്ടികൾ, ചെമ്മനം ചാക്കോയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഇങ്ങനെ ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം തുടങ്ങിയത്. ആ, ആ, ഈ അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങൾ ക, ച, ട, ത, പ ആദിയായ, അതായത് കായലും ചായലും ടായലും തായലും പായലും തുടങ്ങുന്ന, ആദിയായ എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന അല്ലെങ്കിൽ മുതലായ എന്നും 2 അർത്ഥങ്ങളുണ്ട്. കായൽ തുടങ്ങുന്ന ഏതാണ്? ക, ഖ, ഗ, ഘ, ങ. ചായൽ തുടങ്ങുന്ന അക്ഷരങ്ങളോ? ച, ഛ, ജ, ഝ, ഞ. അങ്ങനെ ഈ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാമും കൂട്ടക്ഷരങ്ങളും എല്ലാം കുട്ടി പഠിച്ചെടുക്കുന്ന ആ ഒരു ക്രമം അനുസരിച്ച് ഓലയിൽ അദ്ദേഹം ആശാൻ എഴുതി കൊടുക്കുമായിരുന്നു. എങ്ങനെയാണ് ഇവർ എഴുതിയിരുന്നത്? എവിടെയാണ് എഴുതിയിരുന്നത്? തല്ലിമെഴുകിയ നിലത്ത്, തല്ലിമെഴുകി പാകപ്പെടുത്തിയെടുത്ത നിലത്ത് മണൽ വിരിച്ചിട്ട്, മണൽ നന്നായിട്ട് വിരിച്ചിട്ട് ആ മണലിൽ വിരൽ കൊണ്ടാണ് ഇവർ എഴുതിയിരുന്നത്. എഴുതിയാൽ മാത്രം പോരാ, ഈ എഴുതുന്ന അക്ഷരങ്ങളൊക്കെ ഉച്ചത്തിൽ ഉറക്കെ ചൊല്ലുകയും വേണം. ഉച്ചാരണ ശുദ്ധി ആശാൻ പ്രത്യേകം മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. പറയുന്ന ഓരോ അക്ഷരങ്ങളും വാക്കുകളും ക്ലിയർ ആയിരിക്കണം. അതാണ് ഉച്ചാരണ ശുദ്ധി എന്ന് പറയുന്നത്. ആ ഉച്ചാരണ ശുദ്ധി ആശാൻ നിർബന്ധം പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചാരണമൊക്കെ തെറ്റിയെന്നിരിക്കട്ടെ, എഴുതിയത് തെറ്റിയെന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? തെറ്റിച്ചാൽ അതെ, ചെവി പൊന്നാക്കിയതു തന്നെ. ചെവി പൊന്നാക്കുക എന്നതുകൊണ്ട് എന്താണ് മക്കളെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, ചെവി പിടിച്ച് തിരിക്കുക. തെറ്റ് ചെയ്യുമ്പോൾ ആശാന്മാർ നൽകിയിരുന്ന ഒരു ശിക്ഷയാണത്. ഓക്കെ, ബാക്കി ഭാഗം വായിക്കാം. മണൽ കൊണ്ടുപോകുന്നത് തേങ്ങയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന കുടുക്കയിലാണ്. അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓലപിടുത്തം എന്ന ചടങ്ങുണ്ട്. ഒരു കുട്ടി ഓല പിടിക്കുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും കോളാണ്. അവിൽ വിളയിച്ചതും ചക്കരക്കാപ്പിയും ഉറപ്പ്. ആൺകുട്ടികളുടെ വേഷം കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും ആയിരുന്നു. നിക്കർ അന്നു ഗ്രാമാന്തരങ്ങളിൽ തല കാണിച്ചിട്ടില്ല.
അതേസമയം പെൺകുട്ടികൾക്ക് അരപ്പാവാട സാധാരണമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ ഓട്ടവും ചാട്ടവും പന്തുകളിയും ഗോലികളിയും കുളത്തിൽ ചാടി നീന്തലും മറ്റുമാണ് കുട്ടികൾക്ക്. ട്യൂഷൻ എന്നത് കേട്ടിട്ട് പോലുമില്ല. അവധി ദിവസത്തെ കാര്യം പറയാനുമില്ല. മലയിൽ പോയി കശുമാങ്ങ പറിച്ചു തിന്ന് വയറു വീർപ്പിക്കും. കശുവണ്ടി ശേഖരിച്ചു വയ്ക്കും. കുരുമുളക് പറിക്കുമ്പോൾ താഴെ വീഴുന്ന തിരികളും മണിയുമെല്ലാം പെറുക്കിയെടുക്കുന്നത് പിള്ളേരുടെ അവകാശമാണ്. കശുവണ്ടിയും മുളകുമെല്ലാം വിറ്റുകിട്ടുന്ന കാശ് പിള്ളേർക്കു തരും. അത് പള്ളിപ്പെരുന്നാളിന് ഉഴുന്നാടയും ഓറഞ്ചും മറ്റും വാങ്ങാനുള്ള സമ്പാദ്യമാണ്. അന്നത്തെ കാലത്തെ കുട്ടികൾ ആശാൻ പള്ളിക്കൂടത്തിൽ പോയി മണൽ തറയിൽ വിരിച്ചാണ് അതിൽ വിരൽ വെച്ച് എഴുതി പഠിച്ചിരുന്നത്. അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പഠിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ മണൽ അവർ എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തേങ്ങയിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള കുടുക്കകളിലാക്കിയായിരുന്നു ഈ മണൽ ആശാൻ പള്ളിക്കൂടത്തിലേക്ക് കുട്ടികൾ കൊണ്ടുപോയിരുന്നത്. അതായത് ചിരട്ട രൂപമാറ്റം വരുത്തി ഉണ്ടാക്കുന്ന കുടുക്കയാണ്. അതിൽ മണൽ നിറച്ച് കൊണ്ടുപോകും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ പണമിട്ട് സൂക്ഷിക്കാനും ഇത്തരം കുടുക്കകൾ ഉപയോഗിച്ചിരുന്നു. അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു ചടങ്ങായിരുന്നു ഓലപിടുത്തം എന്നത്. എന്താണ് ഓലപിടുത്തം? ആശാൻ പള്ളിക്കൂടത്തിലെ പഠനമൊക്കെ കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് മാറുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ചടങ്ങായിരുന്നു ഓലപിടുത്തം എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി ഓല പിടിക്കുന്ന ദിവസം, അതായത് ഒരു കുട്ടി അവൻ്റെ അക്ഷരാഭ്യാസമൊക്കെ പൂർത്തിയാക്കുന്ന ദിവസം, അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിയുന്ന ആ ദിവസം നടത്തുന്ന ചടങ്ങാണ് ഓലപിടുത്തം. അന്നേ ദിവസം എല്ലാ കുട്ടികൾക്കും കോളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എല്ലാ കുട്ടികൾക്കും അവിൽ വിളയിച്ചതും ചക്കര കാപ്പിയും കിട്ടും. ചക്കര കാപ്പി എന്താണ്? കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉപയോഗിച്ച്, കാപ്പിപ്പൊടിയും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ശർക്കര കാപ്പി. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുന്നു. അവൽ വിളയിച്ചത് എന്താണ് മക്കളെ? അവലും ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അവൽ വിളയിച്ചത്. ഇതൊക്കെ ഓലപിടുത്തം എന്ന ചടങ്ങ് നടക്കുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും ലഭിക്കുമായിരുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്തെ ആൺകുട്ടികളുടെ വേഷത്തെക്കുറിച്ചാണ്. കോണകമായിരുന്നു അന്നത്തെ ആൺകുട്ടികളുടെ വേഷം. അതായത് പണ്ട് ആൺകുട്ടികൾ അടിവസ്ത്രമായിട്ട് ധരിച്ചിരുന്ന ഒരു ചെറിയ തുണിയാണ് ഈ കോണകം എന്ന് പറയുന്നത്. പെൺകുട്ടികളോ? പെൺകുട്ടികൾക്കാണെങ്കിൽ അരപ്പാവാട സർവ്വസാധാരണമായിട്ട് ഉണ്ടായിരുന്നു. അരപ്പാവാട എന്ന് പറയുമ്പോൾ താഴെ വരെ, കാൽപാദം വരെ മുട്ടിക്കിടക്കുന്ന പാവാടയല്ല, നമ്മുടെ കാൽമുട്ട് വരെ നിൽക്കുന്ന അത്രയും നീളത്തിൽ ലെങ്തിലുള്ള പാവാട, അതാണ് അരപ്പാവാട. അതായിരുന്നു അന്നത്തെ പെൺകുട്ടികളുടെ വേഷം. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അന്നത്തെ കാലത്തെ കുട്ടികൾ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എൻ്റെ മക്കൾ? ഇതേപോലെയാണോ എന്നൊന്ന് നോക്കി. അന്നത്തെ കുട്ടികൾ ചെയ്തിരുന്നത് ഓട്ടം, ചാട്ടം, പന്ത് കളി, ഗോലികളി, പിന്നെ കുളത്തിൽ ചാടി നീന്തി തുടിച്ച് കളിക്കുമായിരുന്നു. ഇന്ന് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന ഒട്ടുമിക്ക കുട്ടികളും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകും, പെട്ടെന്ന് എങ്ങോട്ടേക്ക് ഓടും? ട്യൂഷന് പോകും. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ട്യൂഷൻ എന്നത് അന്നത്തെ കാലത്ത് അവർ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പഠനഭാരമൊന്നും കുട്ടികൾക്ക് മേൽ അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനി അവധി ദിവസമാണെങ്കിലോ അന്നത്തെ കാര്യം പറയാനുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മലയിൽ പോയി കശുമാങ്ങയൊക്കെ പറിച്ച് തിന്ന് കുട്ടികളെല്ലാവരും വയറ് വീർപ്പിക്കും. അതായത് കുന്നിൻ്റെ മുകളിലേക്ക് പോയി കശുമാങ്ങ പറിച്ചു കഴിക്കും. എന്താണ് കശുമാങ്ങ? കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് തന്നെ. കശുമാവിന് പറങ്കി മാവെന്നും കപ്പൽ മാവെന്നും പറങ്കി മൂച്ചിയെന്നുമൊക്കെ ധാരാളം വേറെ പേരുകളും ഉണ്ട്. ഇതിൻ്റെ ഫലവും വിത്തുമൊക്കെ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ്. ഈ വൃക്ഷം കേരളത്തിൽ എത്തിച്ചത് ആരാണെന്ന് മക്കൾക്കറിയാമോ? പറങ്കികളാണ്. അതായത് പോർച്ചുഗീസുകാരാണ് കശുമാവ് കേരളത്തിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് പറങ്കി മാവ് എന്ന ഒരു പേരും കൂടി ഇതിന് ലഭിച്ചിട്ടുള്ളത്. കശുവണ്ടി പറിച്ച് കഴിക്കുക മാത്രമല്ല, ഇത് ശേഖരിച്ച് വെക്കുകയും ചെയ്യും കുട്ടികളെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുരുമുളകൊക്കെ പറിക്കുമ്പോൾ താഴെ വീഴുന്ന തിരികളും മണിയും ഒക്കെ പെറുക്കിയെടുത്ത് അവിടെ നമുക്ക് വൃത്തിയാക്കേണ്ടതും എല്ലാം നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും ചെയ്യേണ്ടതുമൊക്കെ പിള്ളേരുടെ അവകാശമാണ്, കുട്ടികളുടെ അവകാശമായിരുന്നു. എന്ന് വെച്ചാൽ അതൊക്കെ കുട്ടികളായിരുന്നു അറിഞ്ഞു കണ്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി കുട്ടികളെല്ലാവരും താല്പര്യത്തോടെ നിൽക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹം. ഓക്കെ, പിന്നെ ഈ കശുവണ്ടിയും മുളകും എല്ലാം വിറ്റ് കിട്ടുന്ന കാശുണ്ടല്ലോ, അത് പിള്ളേർക്ക് കൂടി കൊടുക്കും, കുട്ടികൾക്ക് കൂടി മാതാപിതാക്കൾ കൊടുക്കുമായിരുന്നു. ഈ കുട്ടികൾ ആ കാശൊക്കെ എന്ത് ചെയ്യും? പള്ളിപ്പെരുന്നാളിന് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാനും അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഉഴുന്നാടയും ഓറഞ്ചും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സമ്പാദ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ധനു മകരം മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അതിരാവിലെ കരിയിലകൾ വാരിക്കൂട്ടി കത്തിച്ച് തീ കായുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. മധ്യവേനൽ അവധിക്കാലം പൊതുവെ മാമ്പഴക്കാലമാണ്. പറമ്പുകളിൽ നാട്ടുമാവും കോട്ടമാവും ഉണ്ട്. നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതാണ്, പുളി കൂടും, പഴുക്കുമ്പോൾ നല്ല മധുരവും. കോട്ടമാങ്ങ വലുതാണ്, പുളി കുറവും, സാമാന്യം നല്ല മധുരവും ഉണ്ടാകും. പുളിയും മധുരവുമെല്ലാം മാവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. ചില നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതായിരിക്കും. അതിൻ്റെ മാമ്പഴം തൊലി കളഞ്ഞ് വായിലിട്ട് ഈമ്പി ഈമ്പി തിന്നാവുന്നതേയുള്ളൂ. വലിയ നാട്ടുമാമ്പഴവും കോട്ടമാമ്പഴവും തൊണ്ടു ചെത്തി പൂളി തിന്നണം. പലരും തിന്നാൻ നോക്കി നിൽക്കെ ഒരാളാകും തൊണ്ടു ചെത്തുന്നത്. അതിനാൽ ആദ്യത്തെ പൂളിന് കൊതിപ്പൂള് എന്നായിരുന്നു പേര്. കൂടുതൽ ദശപ്പുള്ള അടുത്ത പൂളിന് പള്ളപ്പൂള് എന്ന് പറയുന്നു. അടുത്ത പൂള് മാങ്ങയുടെ ആകൃതി അനുസരിച്ച് വളഞ്ഞിരിക്കും. അതിനാൽ അതിൻ്റെ പേര് കോടാലിപ്പൂള് എന്നാകുന്നു. ഈ ഭാഗത്ത് അദ്ദേഹം കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത് അന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചും മാമ്പഴക്കാലത്തിൻ്റെ നല്ല ഓർമ്മകളെക്കുറിച്ചും ഒക്കെയാണ്. ധനു മകരം മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ആ സമയത്ത് അതിരാവിലെ എന്ത് ചെയ്യും? കരിയിലകളെല്ലാം കൂടി തൂത്തുവാരി കൂട്ടി കത്തിച്ചിട്ട് അതിൻ്റെ തീ കായും. അപ്പോൾ നല്ല സുഖമായിരിക്കും അത്രേ. പിന്നെ പറഞ്ഞിട്ടുള്ളത് മാമ്പഴത്തെക്കുറിച്ചാണ്. മധ്യവേനൽ അവധിക്കാലം എന്ന് പറയുന്നത് പൊതുവേ മാമ്പഴക്കാലമാണെന്ന് മക്കൾക്കറിയാം അല്ലേ? പറമ്പുകളിലൊക്കെ 2 തരത്തിലുള്ള മാവ് അന്ന് ഉണ്ടായിരുന്നു. നാട്ടുമാവും ഉണ്ടായിരുന്നു, കോട്ടമാവും ഉണ്ടായിരുന്നു. നാട്ടുമാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മാങ്ങ തീരെ ചെറുതായിരിക്കും, നല്ല പുളിയുണ്ടായിരിക്കും, പക്ഷേ പഴുക്കുമ്പോൾ നല്ല മധുരവുമായിരിക്കും. ഇനി കോട്ടമാങ്ങയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടമാങ്ങ വലുതാണ്, പുളി വളരെ കുറവാണ്, സാമാന്യം മധുരമുണ്ട്, അത്രയേ ഉള്ളൂ. ഈ പുളിയും മധുരവും എല്ലാം മാവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നെ കോട്ടമാങ്ങയും നാട്ടുമാങ്ങയും തമ്മിൽ വ്യത്യാസമില്ലേ? അത് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചില നാട്ടുമാവിൻ്റെയൊക്കെ മാങ്ങ വളരെ ചെറുതായിരിക്കും. അതിൻ്റെ മാമ്പഴം കഴിക്കുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് വായിലോട്ടിട്ടൊന്ന് ഈമ്പി ഈമ്പി കഴിക്കാവുന്നതേ ഉള്ളൂ. പൂളി തിന്നേണ്ട കാര്യമൊന്നുമില്ല, അത്രമേൽ ചെറുതായിരിക്കും ചില നാട്ടുമാങ്ങകൾ. ഓക്കെ. ഇനി വലിയ നാട്ടുമാമ്പഴവും കോട്ടമാമ്പഴവും ഒക്കെ തൊണ്ട് ചെത്തിയാണ് പൂളി തിന്നേണ്ടത്. പലരും തിന്നാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാവും. കുട്ടികളെല്ലാവരും കൂടി ഇത് പെറുക്കിക്കൂട്ടും. ഒരാൾ ഈ മാമ്പഴമൊക്കെ തൊണ്ട് ചെത്തി, അതായത് മാമ്പഴത്തിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ചെത്തി കഷണങ്ങളാക്കി മുറിച്ച് എല്ലാവർക്കുമായിട്ട് പങ്കിട്ട് കൊടുക്കും. ഈ തൊണ്ട് ചെത്തുന്നത് ഒരാളാണല്ലോ. മറ്റുള്ള കുട്ടികളെല്ലാം നോക്കി നിൽക്കുകയല്ലേ? ഈ ഒരു മാങ്ങയുടെ കഷണം കിട്ടാൻ വേണ്ടി, നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയുടെ കഷണം കിട്ടാൻ വേണ്ടി കൊതിയോടെയാണ് കുട്ടികളെല്ലാം കാത്തു നിൽക്കുന്നത് അല്ലേ? അതുകൊണ്ട് ആദ്യത്തെ പൂളിനെ എന്ത് വിളിക്കും? കൊതിപ്പൂള് എന്ന് വിളിക്കും. മനസ്സിലായോ എന്താണ് കൊതിപ്പൂളെന്ന്? എന്താണ്? മാങ്ങ പൂളുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ കഷണമാണ് കൊതിപ്പൂള്. അതായത് എല്ലാവരും കൂടി മാങ്ങയൊക്കെ പെറുക്കിക്കൂട്ടി ശേഖരിച്ച് ഒരിടത്ത് വെച്ചു. അത് കഷണിച്ച് കൊടുക്കുന്നത് ഒരാളായിരിക്കും, എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന കുട്ടികളുടെ എല്ലാം വായിൽ വെള്ളം നിറയും. ആ ഒരു കഷ്ണം മാങ്ങ ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ, ആ മധുരമുള്ള മാങ്ങ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ കിട്ടുന്ന ആദ്യത്തെ കഷണമാണ്, ആ കൊതിയോടെയുള്ള ആ ഒരു നിൽപ്പാണ് ഈ കൊതിപ്പൂള് എന്ന പേര് ആദ്യത്തെ കഷണത്തിന് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? ഇനിയിപ്പോൾ അടുത്ത പൂളിന് എന്ത് പറയും? കൂടുതൽ ദശപ്പുള്ള, അതായത് കൂടുതൽ മാംസളമായിട്ടുള്ള മാങ്ങയുടെ വശങ്ങളിലെ ആ വലിയ കഷണത്തിന് പറയുന്നത് എന്താണ്? പള്ളപ്പൂള് എന്നാണ് പറയുന്നത്. അടുത്ത പൂള് മാങ്ങയുടെ ആകൃതിക്കനുസരിച്ച് വളഞ്ഞൊക്കെ ഇരിക്കും. അതുകൊണ്ട് അതിനെ കോടാലിപ്പൂളെന്നും വിളിച്ചിരുന്നു. ഇങ്ങനെ എല്ലാ പൂളും പൂളിക്കഴിഞ്ഞാൽ നുറുക്കി തിന്നുന്നു. മാങ്ങാണ്ടി ദൂരേക്ക് എറിയുന്നു. ഹായ്, നാക്കിൽ വെള്ളമൂറുന്നു. അതിരാവിലെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും എഴുന്നേറ്റ് മാവിൻ്റെ ചുവട്ടിൽ വീണുകിടക്കുന്ന മാമ്പഴമെല്ലാം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകും. ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ കാറ്റും മാമ്പഴ വീഴ്ചയും. ഇവിടെ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? കൊതിപ്പൂളും പള്ളപ്പൂളും കോടാലിപ്പൂളും എല്ലാം നുറുക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി അത് കഴിക്കും. എന്നിട്ട് മാങ്ങാണ്ടി ദൂരേക്ക് വലിച്ചെറിയും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നാക്കിൽ വെള്ളമൂറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മാമ്പഴത്തെ ഓർത്തുള്ള കൊതി കൊണ്ട്. ഓക്കെ.
പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ, അതായത് രാവിലെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും കൂടി, അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് മാവിൻ്റെ ചുവട്ടിൽ വീണു കിടക്കുന്ന മാമ്പഴങ്ങളെല്ലാം പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. കൂടുതൽ കാറ്റും മാമ്പഴ വീഴ്ചയും എപ്പോഴാണ്? ഉച്ചയ്ക്ക് ശേഷമാണ്. അതിനാൽ ഉച്ച തിരിഞ്ഞ് 2:30 മണിയാകുമ്പോഴേക്കും കുട്ടികളുടെ കൊതിയ സമാജം വരിക്കമാവിൻ്റെ ചുവട്ടിൽ കൂടും. ചില ദിവസം നല്ല കാറ്റൂതും, പെട്ടെന്ന് മാമ്പഴം കിട്ടും. ചില ദിവസം മാമ്പഴ വീഴ്ച തീരെ കുറവായിരിക്കും. മുകളിൽ ചോരക്കുടം പോലെ പഴുത്തു നിൽക്കുന്നത് ഞങ്ങൾക്കു കാണുകയും ചെയ്യാം. വലിയ ഇച്ഛാഭംഗമാണ് മനസ്സിൽ മാമ്പഴം വീഴാത്തതിൽ. അപ്പോൾ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞു തന്ന ചില സൂത്രവിദ്യകളുണ്ട് പ്രയോഗിക്കാൻ. അവരെ മൂത്ത ചേട്ടന്മാർ പറഞ്ഞു പറ്റിച്ചത് പകർന്നു കിട്ടിയതാണ്. പഴുത്ത 3 മാവില ചുവട്ടിൽ വീണു കിടക്കുന്നതെടുത്ത് തലയിൽ വയ്ക്കണം. ഉച്ചയ്ക്ക് ശേഷമാണ് ധാരാളം മാങ്ങ വീഴുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉച്ച തിരിഞ്ഞ് ഒരു 2:30 മണിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളുടെ കൊതിയ സമാജം എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വരിക്കമാവിൻ്റെ ചുവട്ടിൽ കൂടുമത്രേ. കൊതിയ സമാജം എന്താണ്? മാമ്പഴം കഴിക്കാനുള്ള കൊതി കൊണ്ട് അവർ ഒരു കൂട്ടം ചേർന്ന് അവിടെ ചേരുകയാണ്. അതിനെയാണ് കൊതിയ സമാജം എന്നിവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചില ദിവസങ്ങളിൽ നല്ല കാറ്റുണ്ടായിരിക്കും. കാറ്റൂതും, എന്നാൽ ചില ദിവസങ്ങളിൽ നല്ല കാറ്റടിക്കും. പെട്ടെന്ന് മാമ്പഴങ്ങൾ ചടപടാന്ന് വീണ് കിട്ടുകയും ചെയ്യും. പക്ഷേ ചില ദിവസം മാമ്പഴ വീഴ്ച വളരെ കുറവായിരിക്കും. മുകളിൽ ഇങ്ങനെ ചോരക്കുടം പോലെ പഴുത്ത് കിടക്കുന്ന മാങ്ങകൾ അവർ കാണുകയും ചെയ്യും. കൊതി അടക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മാമ്പഴം വീഴാതിരിക്കുമ്പോൾ വലിയ ഇച്ഛാഭംഗമാണ് അവർക്ക് സംഭവിച്ചിരുന്നത്. അതായത് നിരാശ, ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമമാണ് ഇച്ഛാഭംഗമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവരുടെ ഈ വിഷമം കണ്ടിട്ട് കുട്ടിയുടെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും ഒക്കെ ഈ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചില സൂത്രവിദ്യകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പ്രയോഗിക്കാൻ. എന്തായിരുന്നു അത്? അവരെ മൂത്ത ചേട്ടന്മാർ പറഞ്ഞു പറ്റിച്ച കാര്യങ്ങൾ തന്നെ അവർ ഇവരെയും പറഞ്ഞു പറ്റിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? മാവിൽ നിന്നും കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന, മാവിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന 3 പഴുത്ത മാവിലകൾ എടുക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യണം? തലയിൽ വെക്കണം. എന്നിട്ടോ ഓരോരുത്തരും മാവിലകൾക്ക് മുകളിൽ മാമ്പഴത്തേക്കാൾ വലിയ ഓരോ കല്ലും എടുത്ത് വയ്ക്കണം. എന്നിട്ട് 2 കൈകൊണ്ടും കല്ലിൽ പിടിച്ച് മാമ്പഴം വീഴുന്നത് വരെ ഈ പാട്ട് പാടിക്കൊണ്ട് മാവിന് ചുറ്റും നടക്കണം. കാറ്റേവാ കടലേവാ എനിക്കൊരു മാമ്പഴം തന്നേപോ, ആറ്റേവാ കിളിയേവാ എനിക്കൊരു മാമ്പഴം കൊത്തിയിടോ, ചെലച്ചുകൊണ്ട് അണ്ണാനെ വന്നെനിക്കൊരു മാമ്പഴം കുലുക്കിയിടോ. ചിലപ്പോൾ പെട്ടെന്ന് മാമ്പഴം വീഴും. കേവലം യാദൃച്ഛികതയാണ്. ഞങ്ങൾ ഇലയും കല്ലുമെല്ലാം ഇട്ടിട്ട് ഓടും. ആദ്യം പെറുക്കിയെടുക്കുന്നയാളാണ് കേമൻ. പിന്നെയും ഒരു മന്ത്രവാദം പോലെ പാട്ടു തുടരും. ചില ദിവസം എത്ര പാടിയാലും മാമ്പഴം വീഴുകയില്ല. ഞങ്ങൾക്കൊക്കെ സങ്കടമാകും. മാമ്പഴം വീഴുന്ന ദിവസം തുള്ളിച്ചാടി പാടുന്ന ഞങ്ങൾ മാമ്പഴം വീഴാത്ത ദിവസം ഏങ്ങിക്കരയുന്ന മട്ടിൽ അഭിനയിച്ച് പാടുമായിരുന്നു. കാറ്റും ആറ്റക്കിളികളും മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനും എല്ലാം കൂടി പ്രകൃതി മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു എൻ്റെ ബാല്യകാലം. 87 കഴിഞ്ഞ് 88-ാം വയസ്സിൽ നിന്നുകൊണ്ട് ഇന്നോർക്കാൻ എന്തു രസം എൻ്റെ ഓമനകളെ. കാറ്റടിക്കാതിരിക്കുമ്പോൾ മാങ്ങകളൊന്നും വീഴില്ലല്ലോ, അത് സ്വാഭാവികമായൊരു കാര്യമല്ലേ. അപ്പോൾ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും കൂടി ഈ കുട്ടികൾക്ക് ആർക്കും സങ്കടമാകാതിരിക്കാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിക്കാൻ അവരോട് പറയുമായിരുന്നു. അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പഴുത്ത 3 മാവില മാവിൻ്റെ ചുവട്ടിൽ നിന്നും എടുത്ത് തലയിൽ വെക്കണം. അതിനുശേഷം ഓരോരുത്തരും ഈ മാവിലകൾക്ക് മുകളിൽ മാമ്പഴത്തേക്കാൾ വലിയ ഓരോ കല്ലും എടുത്ത് വെക്കണം. അത്രയും മാത്രം പോരാ. എന്നിട്ടോ 2 കൈകൊണ്ടും ഈ കല്ലിൽ പിടിച്ച് മാമ്പഴം വീഴുന്നത് വരെ ഈ പാട്ടും പാടിക്കൊണ്ട് മാവിന് ചുറ്റും നടക്കണം. കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ എന്ന പാട്ട്. ആറ്റേ വാ കിളിയേ വാ എനിക്കൊരു മാമ്പഴം കൊത്തിയിടോ എന്നും പാട്ട് പാടും.
അതുമാത്രമല്ല ചിലച്ചുകൊണ്ട് അണ്ണാനെ വന്ന് എനിക്കൊരു മാമ്പഴം കുലുക്കിയിടോ എന്നും പറയും. ഇതൊക്കെ കുട്ടികളുടെ ബാലിശമായ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ മാത്രമാണല്ലേ. കുട്ടികൾക്ക് സങ്കടമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സങ്കടമുണ്ടാവേണ്ട, അവർ മാമ്പഴം കിട്ടിയില്ല എന്ന് കരുതി ഇച്ഛാഭംഗത്തോടെ നിരാശയോടെ നിൽക്കുമ്പോൾ പെങ്ങന്മാർ ഉപയോഗിക്കുന്ന ഒരു സൂത്രം മാത്രമാണ്. ആ കൊച്ചു പെങ്ങന്മാരെ അവരുടെ മുതിർന്ന ഏട്ടന്മാർ പറ്റിച്ചിരുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ ചിലപ്പോൾ പെട്ടെന്ന് ഒന്നോ രണ്ടോ മാമ്പഴം വീണെന്നിരിക്കാം. അതും വളരെ യാദൃച്ഛികമായിട്ട് ഒരു കാറ്റടിക്കുമ്പോഴോ മറ്റോ സംഭവിക്കുന്ന കാര്യമായേക്കാം. പക്ഷെ കുട്ടികളല്ലേ, അവരെന്ത് കരുതും? ഇങ്ങനെ പാട്ട് പാടിയത് കൊണ്ടും മാവിന് ചുറ്റും തലയിൽ കല്ലും ഇലയും ഒക്കെ വെച്ചുകൊണ്ട് നടന്നതുകൊണ്ടുമാണ് മാമ്പഴം വീണതെന്ന് കുട്ടികൾ വിശ്വസിക്കും. അങ്ങനെ ആദ്യം പെറുക്കിയെടുക്കുന്ന ആൾ കേമനാകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മാവിൻ്റെ ചോട്ടിലേക്ക് മാങ്ങ വീഴുമ്പോഴേ ഓടിച്ചെല്ലുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെയും ഒരു മന്ത്രവാദം പോലെ പാട്ട് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വീഴാത്ത മാമ്പഴത്തെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മന്ത്രവാദം പോലെ എന്ന പ്രയോഗം അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നടക്കാത്ത കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് കുട്ടികൾ ഇത് ചെയ്യുന്നത്. അത് അവരുടെ ഒരു വിശ്വാസം. ഓക്കെ, ചില ദിവസങ്ങളിൽ പക്ഷേ എത്ര പാടിയാലും മാമ്പഴം വീഴുകയില്ല. കുട്ടികൾക്കൊക്കെ സങ്കടമാകും. മാമ്പഴം വീഴുന്ന ദിവസം തുള്ളിച്ചാടി പാട്ട് പാടി തിമിർക്കുന്ന കുട്ടികൾ മാമ്പഴം വീഴാത്ത ദിവസം എന്തു ചെയ്യും? ഏങ്ങിക്കരയുന്ന മട്ടിൽ അഭിനയിച്ചാണ് ഈ പാട്ട് പാടുന്നത്. കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ എന്നുള്ള പാട്ട്. കാറ്റും ആറ്റക്കിളികളും മെല്ലെ മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനും എല്ലാം കൂടി പ്രകൃതി മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ ഒരു ഓർമ്മകളെ വിവരിച്ചിരിക്കുന്നതല്ലേ. ആറ്റക്കിളി എന്താണ് മക്കളെ? നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ആറ്റക്കിളി. അതായത് കൂരിയാറ്റ, തൂക്കണാങ്കുരുവി എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ, അതാണ് ആറ്റക്കിളി. സാധാരണയായിട്ട് വയലുകൾക്ക് സമീപമാണ് ഈ ആറ്റക്കിളികളെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അവിടെയാണ് ഇവർ കൂടുവയ്ക്കുന്നത്. നെല്ലിൻ്റെ ഓല കൊണ്ട്, ചെറിയ നെല്ലിൻ്റെ ഓല കൊണ്ട് നെയ്തെടുക്കുന്ന നീളവും ഉറപ്പുമുള്ള കൂടുകളാണ് ഇവർ ഉണ്ടാക്കുന്നത്, ആറ്റക്കിളികൾ. ഓക്കെ, അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് എന്താ മക്കളെ? ഇത്തരത്തിൽ കാറ്റും ആറ്റക്കിളികളും മെല്ലെ മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനും എല്ലാം കൂടി അടങ്ങുന്ന ആ ഒരു പ്രകൃതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്ന്. എത്ര ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നല്ലേ. ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ അത്രയധികം ഈ അനുഭവങ്ങളെല്ലാം, ഈ മധുരമുള്ള ഓർമ്മകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. 87 വയസ്സ് കഴിഞ്ഞ് 88-ാം വയസ്സിൽ നിന്നുകൊണ്ടാണ് ഈ ഓർമ്മകളൊക്കെ അദ്ദേഹം ഒന്ന് ചികഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഓർത്തെടുക്കാൻ എന്ത് രസമാണ് അദ്ദേഹത്തിൻ്റെ ഓമന ഓർമ്മകളെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെമ്മനം ചാക്കോയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മളിപ്പോൾ വിശദമായിട്ട് വായിച്ച് പഠിച്ചത്. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? പാഠപുസ്തകത്തിലെ അവസാനം തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠത്തിലെ കഥ പറച്ചിൽ രീതിയും ഇതിലെ രീതിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്ന ഒരാൾ എന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാഠഭാഗം മക്കൾക്ക് ഓർമ്മയില്ലേ? അതിലെ കഥ പറച്ചിൽ രീതി എങ്ങനെയായിരുന്നു? അദ്ദേഹം സ്വയം പറയുകയായിരുന്നോ? അല്ല അല്ലേ. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗത്ത് ഒരാൾ മറ്റൊരാളുടെ കഥയാണ് പറയുന്നത്. അതായത് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിത കഥയായിരുന്നു അവിടെ വിവരിച്ചത്. എന്നാൽ ഈ പാഠഭാഗത്ത് പ്രശസ്ത കവി ചെമ്മനം ചാക്കോ തൻ്റെ അനുഭവം കഥയായി തന്നെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും സ്വയം വിവരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം മക്കളെ. കാറ്റേ വാ കടലേ വാ എന്ന പാട്ട് ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിൽ പാടുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയെല്ലാം പാടാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മാമ്പഴം കിട്ടുമ്പോൾ സന്തോഷത്തോടെ പാടും, മാമ്പഴം കിട്ടിയില്ലെങ്കിൽ സങ്കടത്തോടെ പാടും. അപ്പോൾ ഈ സങ്കടഭാവത്തിലും ദേഷ്യഭാവത്തിലും ഒക്കെ ഈ പാട്ട് മക്കളൊന്ന് പാടി നോക്കുമല്ലോ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 80-90 വർഷം മുമ്പുള്ള കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച കുട്ടിയുടെ ജീവിതമാണ് ചെമ്മനം ചാക്കോയുടെ ആത്മകഥയിലുള്ളത്. അക്കാലത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ.
അപ്പോൾ അക്കാലത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഴയ കാലത്തെയും ഇന്നത്തെ കാലത്തെയും എന്ന് നമുക്ക് നോക്കാം. ആദ്യം പഠന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? ആശാൻ പള്ളിക്കൂടങ്ങളായിരുന്നു. മണലിൽ വിരൽ കൊണ്ടാണ് എഴുതി പഠിച്ചിരുന്നത്. ഇന്നോ ഹൈടെക് സ്കൂളുകളുണ്ട്. നോട്ട് ബുക്കുകളും കമ്പ്യൂട്ടറുകളും ടാബുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേഷവിധാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് നോക്കാം. അന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും പെൺകുട്ടികൾക്ക് അരപ്പാവാടയും ബ്ലൗസുമായിരുന്നു വേഷം. എന്നാൽ ഇന്നോ പാൻറ്റും ഷർട്ടും ചുരിദാറും സാരിയും സ്കൂൾ യൂണിഫോമും ഒക്കെ ആയിട്ടുണ്ട്. വിനോദങ്ങൾ എന്തൊക്കെയായിരുന്നു പഴയ കാലത്ത്? കുളത്തിൽ നീന്തൽ, ഗോലികളി, പന്തുകളി, മാമ്പഴം പെറുക്കൽ, ഓട്ടം, ചാട്ടം, കല്ലുകളി തുടങ്ങിയവയായിരുന്നു. ഇന്നോ വീഡിയോ ഗെയിമുകളുണ്ട്, TV കാണാം, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, ഇൻഡോർ ഗെയിമുകൾ കളിക്കാം. ഇനി പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കാം. പഴയ കാലത്ത് നാട്ടുമാവുകളും പ്ലാവുകളും നിറഞ്ഞ കാടുകളും പറമ്പുകളും ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. നാട്ടുമാവ് എന്താണെന്ന് മക്കൾക്കറിയാമോ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തനിയെ വളർന്നു വരുന്ന മാവാണ് ഈ നാട്ടുമാവെന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആകൃതിയിലും രുചിയിലും മണത്തിലും ഒക്കെയുള്ള നാട്ടുമാങ്ങകളുണ്ട്. ഓക്കെ. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് എത്തിയപ്പോൾ എന്ത് മാറ്റമാണ് മക്കളെ പ്രകൃതിക്ക് സംഭവിച്ചത്? പറമ്പുകളിൽ ഭൂരിഭാഗവും റബ്ബർ തോട്ടങ്ങളോ ഇനി അതുമല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ആയി മാറിയിട്ടുണ്ട്. ഇനി പണ്ടത്തെ ഭക്ഷണ രീതി, അവൽ വിളയിച്ചത്, ചക്കര കാപ്പി, മാമ്പഴം, കശുമാങ്ങ മുതലായ പ്രകൃതിദത്ത വിഭവങ്ങളായിരുന്നു കുട്ടികളായാലും മുതിർന്നവരായാലും കഴിച്ചിരുന്നത്. പക്ഷേ ഇന്നോ ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, പാക്കറ്റിൽ കിട്ടുന്ന ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പഴയ കാലത്തെ സമ്പാദ്യം നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് എവിടെ നിന്നാണ് അവരുടെ ആവശ്യങ്ങൾക്കുള്ള തുക കിട്ടിയിരുന്നത്? കശുവണ്ടിയും കുരുമുളകും ഒക്കെ വിറ്റ് കിട്ടുന്ന ചെറിയ തുക രക്ഷകർത്താക്കൾ കൊടുക്കും. അതായിരുന്നു അവരുടെ സമ്പാദ്യം. എന്നാൽ ഇന്നോ മുതിർന്നവർ നൽകുന്ന പോക്കറ്റ് മണി എന്ന ഒരു പേരിലേക്ക് അത് മാറിയിട്ടുണ്ടല്ലേ. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ 80-90 വർഷം മുമ്പുള്ള ജീവിത രീതിയൊക്കെയാണ് അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നുമുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ മാറ്റങ്ങൾ, പഴയ കാലത്തെയും ഇന്നത്തെ കാലത്തെയും മാറ്റങ്ങൾ മക്കൾക്ക് പുറത്തുനിന്ന് കണ്ടെത്താം. ഇനി നമുക്ക് ചെമ്മനം ചാക്കോ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നോക്കാം മക്കളെ. കോട്ടയം ജില്ലയിലെ മുളക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. മലയാള കവിയും അധ്യാപകനുമായിരുന്നു. 50-ലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയുടെ പേര് പ്രവചനം എന്നാണ്. ആളില്ല കസേരകൾ, ചെമ്മനം കവിതകൾ, വർഷമേഘം, അക്ഷരശിക്ഷ, പത്രങ്ങളെ നിങ്ങൾ, ചിരിക്കാം ചിന്തിക്കാം, ഇരുട്ട് കൊട്ടാരം, രാജപാത തുടങ്ങിയവ കവിതാ സമാഹാരങ്ങളാണ്. ചക്കരമാമ്പഴം, ഇന്ത്യൻ കഴുത, വർഗീസ് ആന തുടങ്ങിയ ബാലസാഹിത്യ കൃതികളും ഇദ്ദേഹത്തിൻ്റെതാണ്. 2018 അദ്ദേഹം അന്തരിച്ചത്. വർഷങ്ങൾക്ക് മുൻപുള്ള കുട്ടികളുടെ ലോകം എങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് വളർന്നു വന്നത്? അവർ എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങി സന്തോഷകരമായി ജീവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന നല്ലൊരു പാഠഭാഗമായിരുന്നു ചെമ്മനം ചാക്കോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായിരുന്നു നമ്മളിപ്പോൾ വായിച്ചു പഠിച്ചത്. എനിക്കൊരു മാമ്പഴം. വളരെ മനോഹരമായിട്ടുള്ള ഒരു എഴുത്തായിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.